യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ എവിടെ? ഇതാണ് പോലീസിന് ഇപ്പോൾ അറിയേണ്ടത്. ഇതുൾപ്പെടെ പല കാര്യങ്ങളും ചോദിച്ചറിയാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് സംഘം ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകും. തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ നൽകുന്നത്. 7 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാണ് അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെടുന്നത്. പരാതിക്കാരി ലൈംഗിക അതിക്രമം നേരിട്ട ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തണം, യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ കണ്ടെത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാഹുലിനെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കിയപ്പോൾ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ന് ജാമ്യാപേക്ഷയിൽ വാദം നടത്തേണ്ടെന്നാണ് മാങ്കൂട്ടത്തിന്റെ ഭാഗത്തെ വക്കീലന്മാരുടെ തീരുമാനം. കാരണം കസ്റ്റഡി അപേക്ഷയിൽ അന്തിമ ഉത്തരവ് അറിഞ്ഞതിന് ശേഷം വാദം നടത്താനാണ് ഈ അഭിഭാഷകർ തീരുമാനിച്ചിരിക്കുന്നത്. കേസിൽ രാഹുലിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് മാവേലിക്കര സബ് ജയിലിൽ അടച്ചിരിക്കുകയാണ്. വിവാഹിതയായ കോട്ടയം സ്വദേശിയായ 31 വയസ്സുകാരി കാനഡയിൽ നിന്ന് ഇമെയിലിലൂടെയാണ് ജനുവരി 5-ന് പരാതി നൽകിയത്. ഇക്കാര്യം രഹസ്യമായി വെച്ചുകൊണ്ടാണ് പോലീസ് നീക്കങ്ങൾ നടത്തിയത്. പാലക്കാട്ടെ KPM റീജൻസി ഹോട്ടലിലെ 202-ാം മുറിയിൽ ഞായറാഴ്ച പുലർച്ചെ 12:30-ക്ക് പോലീസ് വന്ന് മുട്ടി വിളിക്കുന്നത് വരെ ഒരു പോലീസുകാരനും അല്ലെങ്കിൽ ആ പോലീസ് സംഘത്തിലുള്ള ഒരാൾക്ക് പോലും വ്യക്തമായ സൂചന കിട്ടിയിരുന്നില്ല എന്താണ് സംഭവിക്കുന്നത്. മുറിയിൽ പ്രവേശിച്ച പോലീസ് മാങ്കൂട്ടത്തിനെ അഭിഭാഷകനെയോ അനുയായികളെയോ ബന്ധപ്പെടാൻ അനുവദിച്ചില്ല. മാങ്കൂട്ടവുമായി തൃശൂർ നഗരം പിന്നിട്ട ശേഷമാണ് വിവരം പുറം ലോകം അറിഞ്ഞത്. അതേസമയം കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നാണ് രാഹുൽ മാങ്കൂട്ടം ഉദ്യോഗസ്ഥരോട് പറയുന്നത്. താമസിയാതെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും, സ്വതന്ത്രനായി നിന്നാലും താൻ പാലക്കാട് ജയിക്കുമെന്നും രാഹുൽ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഫോണുകൾ പിടിച്ചെടുത്തെങ്കിലും സ്ക്രീൻ പാറ്റേണും ലോക്കും പോലീസിന് കൊടുത്തിട്ടില്ല. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. കോടതിയുടെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതേ ഉള്ളൂ.